Hello children. നമ്മൾ ഫസ്റ്റ് ലെസൺ ഹൗ ഫാർ ഈസ് ദ റിവർ എന്നുള്ള സ്റ്റോറി നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ സ്റ്റോറിയോടൊപ്പം തന്നെ അതിന്റെ കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസറും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും നമുക്ക് അതുമായിട്ട് ചേർന്ന് ബാക്കി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ചെയ്യാനുള്ളത്. ഇന്ന് ഫസ്റ്റ് 7 ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം ഇത് ശ്രദ്ധാപൂർവം കാണുക. നിങ്ങൾക്ക് ടെക്സ്റ്റിലൊക്കെ എഴുതി വെക്കത്തക്ക രീതിയിൽ തന്നെയാണ് ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ ശരിക്കും കാണുക, ശ്രദ്ധിക്കുക, അത് പ്രയോജനപ്പെടുത്തുക. ഓക്കെ. First question. You have read the story How Far is the River? Haven't you? Now, try to remember the story and complete the following suitably. ഇവിടെ 4 ബോക്സസ് കൊടുത്തിട്ടുണ്ട്. അത് കഥ ഓർമ്മിച്ച് എഴുതാൻ വേണ്ടിയുള്ളതാണ്. ഫസ്റ്റ്, ദ സെന്റൻസസ് ദാറ്റ് ഇംപ്രസ്ഡ് യു ദ മോസ്റ്റ്. നിങ്ങളെ ഈ സ്റ്റോറിയിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ച, ഇംപ്രസ് ചെയ്ത സെന്റൻസസ് ഏതൊക്കെയാണെന്ന് എഴുതണം. ദെൻ ദ മൊമെന്റ് യു എൻജോയ്ഡ് ദ മോസ്റ്റ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ആ നിമിഷം ഏതാണ്? ദ ക്യാരക്ടേഴ്സ് ഹു ടച്ച്ഡ് യുവർ ഹാർട്ട്. നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ച ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ ആരാണ്? ദ പിക്ചേഴ്സ് ദാറ്റ് ഫ്ലാഷ്ഡ് ത്രൂ യുവർ മൈൻഡ്. നമുക്ക് ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ചില ചിത്രങ്ങൾ വരുമല്ലോ, ബേർഡ് പിക്ചേഴ്സ് വരും. അത് ഏതൊക്കെയാണെന്ന് എഴുതണം. ഐ എം ഗിവിംഗ് യു എ മോഡൽ ഹിയർ. ദ സെന്റൻസ് ദാറ്റ് ഇംപ്രസ്ഡ് മീ ദ മോസ്റ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സെന്റൻസ്. The boy unwrapped his loaf of bread and broke it in half, offering one part to the boy, the village boy. The second one, the moment you enjoyed the most. The boy was ankle deep in the painfully cold mountain water. Third, the characters who touched your heart. The girl, the village boy, and the shepherd boy. Fourth one, the pictures that flashed through your mind. നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയ ചിത്രങ്ങൾ. The woodcutters coming, then the girl cutting grass, the flowing river, the dense silent forest, and the boy standing in the river, etc. are the pictures that flashed through my mind. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വന്ന കാര്യങ്ങൾ എൻ്റർ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ആക്ടിവിറ്റി. Here are the thoughts of a boy after his nature walk. Let us read it. Recently, I visited a mountain valley, the magnificent valley of Kashmir. It was surrounded by snow-capped lofty mountains which made it a land of springs and beautiful lakes. For a moment, I wondered whether I was in heaven. Really, Kashmir is a land of paradise. അപ്പോൾ ഇവിടെ ഒരു കുട്ടി നടത്തിയ ഒരു നേച്ചർ വാക്ക് കഴിഞ്ഞിട്ട് അവൻ എഴുതിയിരിക്കുന്നതാണ്. A boy visited the valley of Kashmir. It was a very beautiful valley, and this valley was surrounded by snow-capped lofty mountains. Snow കവർ ചെയ്ത ഉയർന്ന പർവ്വതങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു വാലിയാണ്. And the springs and beautiful lakes make the land more beautiful. For a moment, I wondered whether I was in heaven. ഒരു നിമിഷത്തേക്ക് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എന്താണ്? ഞാൻ സ്വർഗത്തിലാണോ എന്ന്. യഥാർത്ഥത്തിൽ ശരിക്കും റിയലി കാശ്മീർ ഈസ് എ ലാൻഡ് ഓഫ് പാരഡൈസ്. ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് ഐഡന്റിഫൈ ദ വേർഡ്സ് ഓർ ഫ്രേസസ് ഹി യൂസ് ടു എക്സ്പ്രസ് ഹിസ് തോട്ട്സ്. അവൻ്റെ ചിന്തകളെ എക്സ്പ്രസ് ചെയ്യാൻ അവൻ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഏതാണെന്നാണ് എഴുതേണ്ടത്. ദ ആൻസർ, I wondered whether I was in heaven. That's the answer. Third activity. The boy who goes in search of the river feels discouraged when he misses the village boy. He looks up and down the mountain path but sees no one. His own home is hidden from view by the side of the mountain, and the river is not in sight either. He wishes someone were with him. What would be his thoughts at that time? അപ്പോൾ കുട്ടി റിവർ കാണുന്നില്ല, അവൻ്റെ വീടും പിന്നെ മറഞ്ഞു, അവന്
ആരെങ്കിലും ഒരാളെ കണ്ടെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ച് മുന്നോട്ട് നടന്നു. അപ്പോൾ അവൻ്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ ഒരു മോഡൽ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ആ മോഡൽ ഉപയോഗിക്കാം. അതിനുശേഷം നിങ്ങളുടെ തോട്ട്സും കൂടെ ചേർത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന എന്തൊക്കെയായിരിക്കും കുട്ടി എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നത് എന്ന് നിങ്ങളുടെ ഇമാജിനേഷനിൽ വരുന്ന കാര്യങ്ങളും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ആൻസർ എൻലാർജ് ചെയ്യാവുന്നതാണ്. ഓ മൈ ഗോഡ്, ഐ ആം ഓൾ അലോൺ. ദർ ഈസ് നോ സൈൻ ഓഫ് മാൻ, only forest and silence. The village boy was a good friend. There is no sign of the river. Now I can't see my house. I don't know the distance to the river. I want somebody with me for a help. I have walked half the way. I hope I will reach the river very soon. Oh my God, ദൈവമേ, ഇവിടെ ഞാൻ തനിച്ചാണ്. മനുഷ്യരുടെ ഒരു അടയാളവുമില്ല. ഫോറസ്റ്റും നിശബ്ദതയും മാത്രം. വില്ലേജ് ബോയ് ഒരു നല്ല ഫ്രണ്ടായിരുന്നു. ഇവിടെ റിവറിൻ്റെയും ഒരടയാളവും കാണുന്നില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ വീടും കാണാൻ സാധിക്കുന്നില്ല. ഐ ഡോണ്ട് നോ ദ ഡിസ്റ്റൻസ് ടു ദ റിവർ. ഇനി റിവറിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നും എനിക്കറിയില്ല. ആരെങ്കിലും എന്നെ സഹായിക്കാനുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഞാൻ പകുതി വഴിയെങ്കിലും നടന്നിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് നദിയിലെത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോർത്ത് ആക്ടിവിറ്റി. ദ ഫോളോയിങ് ആർ ദ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് എ പാത്ത് ടു ദ ഹിൽ. അതായത് ഒരു ഹില്ലി പാത്തിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് രണ്ട് രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിലേത് ഡിസ്ക്രിപ്ഷനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതെന്ന് എഴുതണം. ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എ. ദ പാത്ത് വാസ് സ്റ്റീപ്പ്. It was a dizzy, winding one. The hill was covered with lush green ferns. The trees were wound with creepers, and a great wild dahlia would suddenly rear its golden head from the leaves and ferns. A trickle of water came from the hillside. The water was cold and sharp, but very refreshing. This is the first description. The second one is, the path was steep. The hill was covered with ferns, trees, and dahlias. Water came from the hillside. The water was refreshing. Which description is more interesting? ഇതിലേത് ഡിസ്ക്രിപ്ഷനാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡിസ്ക്രിപ്ഷൻ ഈസ് മോർ ഇൻട്രസ്റ്റിംഗ്? ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നത് ഡിസ്ക്രിപ്ഷൻ എ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ വേർഡ്സ് വിച്ച് ആഡ് ഗ്രേറ്റർ ഇഫക്റ്റ് ടു ദ ഡിസ്ക്രിപ്ഷൻ. ഈ ഹില്ലി പാത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഈ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ. ആ പാത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. സ്റ്റീപ്പ്, ഡിസി ആൻഡ് വൈൻഡിങ് പാത്ത്. അപ്പം ദ വേർഡ്സ് യൂസ്ഡ് ടു ആഡ് ഗ്രേറ്റർ ഇഫക്റ്റ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഈസ് സ്റ്റീപ്പ്, ഡിസി ആൻഡ് വൈൻഡിങ്. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ പ്ലേസ്. ആ സ്ഥലത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺസ്, trees and dahlias. Fifth activity. Imagine that after several years, the boy visits the place again. He notices that the place has changed a lot. It has become a tourist spot now. What could be the changes? Describe it in your own words. The hills and steep paths are leveled and tarred. The place has become a tourist center. The forest is cleared. There are flats and multi-storied buildings. There are many shopping centers. The place is very crowded. It is very noisy and dusty. Plastic waste are seen dumped here and there. The river water is not so clear. The silence and the loneliness of the place have gone. The natural beauty of the place is vanished. Hills and steep paths, മലകളും ആ കുത്തനെയുള്ള വഴികളുമൊക്കെ ലെവൽ ചെയ്ത് ടാർ ചെയ്തു. പ്ലേസ് ഒരു ടൂറിസ്റ്റ് സെൻ്റർ ആയിട്ട് മാറി. ഫോറസ്റ്റ് എല്ലാം വെട്ടി നശിപ്പിച്ചു. മോസ്റ്റ് ഓഫ് ദ ട്രീസ് ആർ കട്ട് ഡൗൺ. മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു. അതിന് പകരം ഇപ്പോൾ അവിടെ ഉള്ളത് ഫ്ലാറ്റുകളും മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സുമാണ്. ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ധാരാളമുണ്ട്. വളരെ ജനനിബിഡമായ പ്രദേശം. വെരി നോയിസി ആൻഡ് ഡസ്റ്റി. ശബ്ദം വളരെ ശബ്ദമയമാണ്.
അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങും ഇങ്ങും കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. റിവർ വാട്ടർ നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ക്ലിയർ അല്ല. ആ സ്ഥലത്തെ നിശബ്ദതയും ഏകാന്തതയും ഒക്കെ എങ്ങോ പോയി മറഞ്ഞു. ആ സ്ഥലത്തിൻ്റെ പ്രകൃതിദത്തമായ സൗന്ദര്യം തന്നെ ഡിസപ്പിയർ ചെയ്തിരിക്കുകയാണ്. ആക്ടിവിറ്റി. The boy notices a few placards and posters with the slogans written by lovers of nature. Read the slogans. ആ സ്ലോഗൻസ് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചാൽ. കുട്ടി അവിടെ കണ്ട പോസ്റ്ററുകളിൽ എഴുതിയിരിക്കുന്ന സ്ലോഗൻസ് ആണ്. സേവ് ട്രീസ്, സേവ് വാട്ടർ. സേവ് ട്രീസ്, ഹെൽപ്പ് us ബ്രീത്ത്. മരങ്ങളെ സംരക്ഷിക്കുക, വെള്ളം സംരക്ഷിക്കുക. അപ്പം മരങ്ങളെയും വെള്ളത്തെയും നമ്മൾ സംരക്ഷിക്കണം. സേവ് ട്രീസ് ആൻഡ് ഹെൽപ്പ് us ബ്രീത്ത്. നമുക്ക് ശ്വസിക്കണമെങ്കിൽ മരങ്ങളെ സംരക്ഷിച്ചെങ്കിലേ സാധ്യമാകുകയുള്ളൂ. വാട്ട് ഈസ് ദ മെസ്സേജ് കൺവേഡ് ഇൻ ദ എബോവ് സ്ലോഗൻ? ഈ പറഞ്ഞിരിക്കുന്ന സ്ലോഗനിലൂടെ നമുക്ക് തന്നിരിക്കുന്ന മെസ്സേജ് എന്താണ്? ഇവിടുത്തെ മെസ്സേജ് നമുക്കറിയാം. എപ്പോഴും പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള മെസ്സേജാണ് നമുക്ക് തന്നേക്കുന്നത്. പ്രൊട്ടക്റ്റ് നേച്ചർ, പ്രിസർവ് അവർ നേച്ചർ. നൗ റൈറ്റ് ടു അതർ സ്ലോഗൻസ് ഓൺ ദ നീഡ് ടു കൺസേർവ് നേച്ചർ. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത വെളിപ്പെടുത്തുന്ന 2 സ്ലോഗൻസ് നിങ്ങൾ എഴുതണം. ഇവിടെ മോഡലിനെ കൊടുത്തിട്ടുണ്ട്. പ്രൊട്ടക്റ്റ് അവർ മദർ നേച്ചർ, പ്രൊട്ടക്റ്റ് ഫോറസ്റ്റ്, പ്രൊട്ടക്റ്റ് അവർ സെൽസ്. 2 മോഡലാണ്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് മറ്റ് സെൻറ്റൻസുകളൊക്കെ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി. എ പോസ്റ്റർ ഈസ് ഗിവൺ. പോസ്റ്റർ ഈസ് അഗൻസ്റ്റ് ഡിഫോറസ്റ്റേഷൻ. വാട്ട് ഡു യു സീ ഇൻ ദിസ് പോസ്റ്റർ? റൈറ്റ് ഡൗൺ ദ ബോക്സസ് ഗിവൺ ബിലോ. ഇപ്പോൾ ഈ ഡിഫോറസ്റ്റേഷനെതിരായിട്ടുള്ള ഈ പോസ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? ഫസ്റ്റ് വൺ, ടൈറ്റിൽ ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ്. അതിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന എന്താണ് അതിൽ കാണിച്ചിരിക്കുന്നത്? അത് ചിൽഡ്രൻസ് ലവ് ഫോർ ട്രീ ഇൻ ഫസ്റ്റ് ഫിഗർ. ഇൻ ദ സെക്കൻഡ് വൺ വി ക്യാൻ സീ എ ഡാമേജ്ഡ് ഫോറസ്റ്റ് ആൻഡ് ആൻ ആക്സ്. ഇറ്റ്സ് എ സ്ലോഗൻ, നോ ട്രീസ് നോ മാൻ. ഇൻസ്ട്രക്ഷൻ, ഡു നോട്ട് കട്ട് ട്രീസ്. മരങ്ങൾ മുറിക്കരുത്. മരമില്ലെങ്കിൽ മനുഷ്യനുമില്ല എന്നുള്ളൊരു മെസ്സേജാണ്. മെസ്സേജ്, സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് സേവ് നേച്ചർ. വിത്തൗട്ട് ട്രീസ് മാൻ കനോട്ട് എക്സിസ്റ്റ്. മനുഷ്യന് ജീവിക്കണമെങ്കിൽ മരങ്ങൾ അത്യാവശ്യമാണ്. മരങ്ങളില്ലെങ്കിൽ മനുഷ്യനുമില്ല. 7th ആക്ടിവിറ്റി. ഇമാജിൻ ദാറ്റ് ദ നേച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഈസ് ഗോയിങ് ടു കണ്ടക്ട് എ പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ ഇൻ കണക്ഷൻ വിത്ത് ദ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. പ്രിപ്പയർ എ പോസ്റ്റർ ഫോർ ദ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷന് വേണ്ടി ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. അതോടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. എൻവയോൺമെൻറ്റ് ഡേയുടെ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. എഴുതിയിരിക്കുന്ന നേച്ചർ അവർ മദർ, നേച്ചർ ഈസ് പ്രഷ്യസ്, പ്ലാന്റ് മോർ ആൻഡ് മോർ ട്രീസ്, പ്രൊട്ടക്റ്റ് എർത്ത്. ഇത്രയേ ഉള്ളൂ. ഇന്ന് ഇവിടെ നിർത്തുകയാണ് ആക്ടിവിറ്റീസ്. ബാക്കി ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇതെല്ലാം ടെക്സ്റ്റിൽ എഴുതി വയ്ക്കുക, പഠിക്കുക. താങ്ക് യു.